ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തൊക്കെയാണ് വിശേഷം? നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അച്ചാറിൻ്റെ വീഡിയോ ആണ്. പക്ഷെ എന്നും അച്ചാർ ഇടുന്നൊന്നും കരുതി കൊണ്ട് വെക്കണ്ട. ഞാൻ എൻ്റെ ഒരു പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ചാർ ഇട്ടതാണ്. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടോ? മറ്റേ ഒരു പാക്കറ്റിൽ മറ്റേ കണ്ണിമാങ്ങ അച്ചാർ പാക്കറ്റിലുണ്ടാവും, 2 രൂപയുടെ കണ്ണിമാങ്ങ അച്ചാർ പാക്കറ്റിൽ. ആ അച്ചാർ കഴിക്കാനുള്ള ഒരു എവിടെയോ ഒന്ന് കണ്ടപ്പോൾ അതുപോലെ ഒന്ന് അച്ചാർ വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മാങ്ങയുടെ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ 1 കിലോ മാങ്ങ വാങ്ങിച്ചിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നു, കല്ലുപ്പിട്ട് വെച്ചിരുന്നു. ലേശം വിനീഗർ ഒഴിച്ചിട്ടാണ് ഞാൻ വെച്ചത്. ലേശം വിനീഗറും കല്ലുപ്പ് ഇട്ടിട്ട് വെച്ച് അങ്ങനെ ഏകദേശം 1 മാസത്തോളം കുപ്പിയിൽ കിടന്ന് ഇപ്പം ആ മാങ്ങ മുത്തശ്ശി മാങ്ങ ആയിട്ടുണ്ട്. മുത്തശ്ശി മാങ്ങ പറഞ്ഞാൽ ചുരുണ്ട്, അതിൽ നീരൊക്കെ ഇറങ്ങിയിട്ട് ചുരുണ്ട് മാങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാങ്ങ വെച്ചിട്ട് ഒരു അച്ചാർ ഇടാമെന്ന് വെച്ചു. ഒരു കടുമാങ്ങ അച്ചാർ ഇടുന്ന പോലെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കുള്ള രീതിക്കല്ല കടുമാങ്ങ അച്ചാർ. ഞാൻ എൻ്റെ ആ രുചി ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു രൂപത്തിൽ അന്ന് പണ്ട് കഴിച്ച ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഒന്ന് അച്ചാറിടാൻ നോക്കുകയാണ്. അപ്പോൾ എങ്ങനെ ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഒരു കടുമാങ്ങ അച്ചാറിൻ്റെ. ഓക്കെ, അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ മാങ്ങ. കണ്ടോ, കല്ലുപ്പിട്ട് വെച്ചതും കുറച്ച് വിനീഗർ ഒഴിച്ച് വെച്ചുകൊണ്ട് അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമുണ്ട്, അത്യാവശ്യത്തിലേറെ വെള്ളമുണ്ടെന്ന് പറയാം. അങ്ങനെ മാങ്ങയൊക്കെ നല്ല പോലെ ചുരുങ്ങി വന്നിട്ടുണ്ട്. മാങ്ങയിൽ നിന്നൊക്കെ നീര് നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. 3 കുടം വെളുത്തുള്ളിയും 1 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നല്ല പോലെ അരച്ചെടുത്ത് വെക്കുക. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കടുകും ഉലുവയും നല്ലൊരു ചട്ടിയിലിട്ട് വറുത്തെടുക്കണം പൊടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടുകൊക്കെ വറുത്തു. ഇനി അത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ നല്ല തരിയായിട്ട് പൊടിച്ചെടുക്കുക, പറ്റ പൊടിയാവില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ വെള്ളം കാണുന്നത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം കുറച്ച് ചുരട്ടി പറഞ്ഞാണ്. അതിലേക്ക് ഞാൻ ഒരു 6 സ്പൂണോളം മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരിയും സാധാ എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ്, അത് ചേർക്കുന്നുണ്ട്. ലേശം അച്ചാർ പൊടി ഇട്ടിട്ട് ഒരു 1/2 സ്പൂണോളം മാത്രം അച്ചാർ പൊടി ഇട്ട് അത് വിനീഗർ ഒഴിച്ചിട്ട് മിക്സ് ആക്കി വെക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കണ്ടതായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്കൊന്നും കൂടി ഒരു കംഫർട്ടായി തോന്നുന്നത്. കാരണം മറ്റേ നമ്മൾ മസാലപ്പൊടി ഡയറക്റ്റ് എണ്ണയിലിടുമ്പോൾ കരിഞ്ഞു പോകും. ഇങ്ങനെ ചെയ്താൽ മസാലപ്പൊടി കരിഞ്ഞു പോകില്ല. അങ്ങനെ വിനീഗർ ഒഴിച്ചിട്ട് മുളക് പൊടി ഈ ഒരു പരുവത്തിലാക്കി വെച്ചു. ഇനി അടുത്തത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കാം. അച്ചാറായതുകൊണ്ട് കുറച്ചധികം തന്നെ എണ്ണ ആവശ്യമാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെക്കുക. ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഞാൻ ഇളക്കുന്നതാണ്, നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് അത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് വേണ്ടത്. അത് അതിലേക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കാം. അങ്ങനെ ഏകദേശം കുറച്ച് സമയം ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ പച്ചമണം ഇതൊക്കെ മാറിയിട്ടുണ്ട്. ആ സമയത്ത് അതിലോട്ട് നമ്മൾ മുളക് പൊടിയും അച്ചാർ പൊടിയും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ വിനീഗർ ഒഴിച്ചിട്ട്, ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിക്കുക. ഇങ്ങനെ ഒഴിച്ച് പോയാൽ നമ്മൾ കരിഞ്ഞു പോകുമല്ലോ. മറ്റേത് നമ്മൾ ഡയറക്റ്റ് എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പെട്ടെന്ന് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് പിന്നെ നല്ല ചൂടുള്ള എണ്ണയാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെ ആകുമ്പോൾ കരിഞ്ഞു പോകില്ല. ആ വിനീഗറിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം അതിലുള്ളതുകൊണ്ട് കരിഞ്ഞു പോകില്ല. എന്നിട്ട് ഇതിന് ഈ മസാലപ്പൊടിയുടെയും പച്ചച്ചുവ മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി ഏകദേശം എണ്ണ പിരിഞ്ഞ് വരുന്ന രൂപം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ഉണ്ടല്ലോ, വേറെ വിനീഗർ ആഡ് ചെയ്യുന്നില്ല, ഈ മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത് അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം, വെട്ടി തിളക്കണം. നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ മാങ്ങക്കുട്ടന്മാരെ ഓരോന്നായിട്ട് അതിലോട്ട് അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ മാങ്ങയും ഓരോന്നോരോന്നിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കാരണം എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു മാങ്ങ അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു മാങ്ങ ഇട്ട് വെച്ചത്. കാരണം സാധാ മാങ്ങ അച്ചാർ ഉമ്മ എപ്പോഴും ഇടുന്നതാണ്. കാരണം ഈ മാങ്ങയുടെയൊക്കെ രൂപം ചുരുങ്ങി വന്ന് അങ്ങനെ അവസാനത്തെ മാങ്ങ പീസും അതിലോട്ടിട്ട് എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ മാങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളക്കുന്നവരെ ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ കാത്തു നിൽക്കുക. തിള വന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. തിള വന്ന് തുടങ്ങി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇനി ഫ്ലെയിം ഓഫാക്കുകയും ചെയ്തു. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് അരപ്പല്ല നമ്മളെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത് പൊടി
ആ ഒരു പൊടി അതിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മിക്സാക്കി അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം ഓഫാക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കത്തിച്ചിരുന്ന് അത് പറയാൻ മറന്നതാണ്. ചൂടായി വന്നാൽ ഓഫാക്കുക. ഇനി ഇത് ഏകദേശം ഒരു 10-15 ദിവസം കുപ്പിയിൽ അങ്ങോട്ട് ഇട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.